പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ സ്റ്റാൻഡേർഡ് 12-ലെ SCRT-യും NCRT-യും ബേസ് ചെയ്തിട്ടുള്ള ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആവിർഭാവവും വളർച്ചയും എന്നൊരു ലെസൺ ആണ് ഇന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4-5 ലെസൺസ് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ളതും നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുക. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നടന്ന എക്സാമുകളിലൊക്കെ തുടർച്ചയെന്നോണം നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളാണ് കയറി വരുന്നത്. പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്താണ് മലയാളം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. ഇതിന് എക്സ്ട്രാ ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ള ഒരു ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത് കേട്ടോ. ഒന്ന് റിവിഷനുമായി എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമുക്ക് വല്ല പോയിന്റ് കിട്ടണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ പറയാനുള്ളത് ഫസ്റ്റ് മലയാള പത്രത്തിന്റെ ജനനം എങ്ങനെയാണ്, മലയാള പത്രത്തിന് നമ്മുടെ രാജ്യത്ത് തുടക്കം കുറിച്ചത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് ഏതാണ്? രാജ്യ സമാചാരം അല്ലെ? ആദ്യത്തെ വർത്തമാന പത്രമാണ് മലയാളത്തിലെ ഏതാണ്? രാജ്യ സമാചാരം. രാജ്യ സമാചാരം പഠിക്കണം കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? രാജ്യ സമാചാരം. മറക്കില്ലല്ലോ, രാജ്യ സമാചാരം. രാജ്യ സമാചാരത്തിന്റെ പ്രസാധകൻ ആരായിരുന്നു? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. രാജ്യ സമാചാരത്തിന്റെ പ്രസാധകൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. 1838 ഒക്ടോബർ 1-ാം തീയതിയാണ് ജർമ്മൻ ബേസൽ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹെർമൻ ഗുണ്ടർട്ട് കേരളത്തിൽ എത്തിയത്. ഹെർമൻ ഗുണ്ടർട്ട് കേരളത്തിൽ എത്തിയത് എപ്പോഴാണ്? 1838 ഒക്ടോബർ 1-ന്. ഏത് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? ജർമ്മൻ ബേസൽ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഹെർമൻ ഗുണ്ടർട്ട് സ്ഥാപിച്ച പത്രമാണ് ആദ്യത്തെ പത്രം രാജ്യ സമാചാരം. അദ്ദേഹം തന്നെ സ്ഥാപിച്ച രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. രാജ്യ സമാചാരവും പശ്ചിമോദയവും ആര് സ്ഥാപിച്ചതാണ്? ഹെർമൻ ഗുണ്ടർട്ട് സ്ഥാപിച്ചതാണ്. ആദ്യത്തെ മലയാള ഭാഷ നിഘണ്ടു തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടർട്ട് ആണ് കേട്ടോ. ആദ്യത്തെ മലയാള ഭാഷാ നിഘണ്ടു തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കണം? ജർമ്മൻ ബേസൽ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് 1838 ഒക്ടോബർ 1-ന് കേരളത്തിലെത്തി. ആദ്യത്തെ വർത്തമാന പത്രമായ രാജ്യസമാചാരം സ്ഥാപിച്ചു. രണ്ടാമത്തെ വർത്തമാന പത്രമായ പശ്ചിമോദയം സ്ഥാപിച്ചു. ആദ്യത്തെ മലയാള ഭാഷ നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. ഇത്രയും കാര്യങ്ങൾ ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ പറഞ്ഞു രാജ്യ സമാചാരത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഈ രാജ്യ സമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1847 ജൂൺ മാസത്തിലാണ്. 1947-നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിന്റെ 100 വർഷം മുമ്പ് എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കുക. 1847 ജൂൺ മാസത്തിലാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് അല്ലെ? ഇല്ലിക്കുന്ന് ബംഗ്ലാവ് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നാണ് രാജ്യ സമാചാരം പ്രസിദ്ധീകരിച്ചത്. 2 ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജ്യസമാചാരത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? ഫ്രെഡറിക് മുള്ളർ ആണ്. രാജ്യസമാചാരത്തിന്റെ പത്രാധിപർ അല്ലെങ്കിൽ എഡിറ്റർ ഫ്രെഡറിക് മുള്ളർ ആണ്. പക്ഷെ ആ പേര് എന്തുണ്ടായിരുന്നില്ല? പത്രാധിപരുടെ പേര് ആ പത്രത്തില് അച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്രെഡറിക് മുള്ളർ എന്ന പേരൊന്നും അച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല. 1850 ആയപ്പോ ഈ പ്രസിദ്ധീകരണം രാജ്യസമാചാരം എന്ത് ചെയ്തു? നിലച്ചു കേട്ടോ. രാജ്യസമാചാരം എന്ന പ്രസിദ്ധീകരണം നിലച്ചത് 1850-ലാണ്. ഈ പത്രത്തിന് 42 ലക്കങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. ഈ പത്രത്തില് 1850-ൽ പ്രസിദ്ധീകരണം നിലച്ച ഈ പത്രം 42 ലക്കങ്ങളാണ് ആകെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ രാജ്യസമാചാരം എന്ന പത്രത്തില് അതിന്റെ ഉള്ളടക്കം ഫുള്ളും എന്തായിരുന്നു? ഈ രാജ്യസമാചാരം പത്രത്തില് ഈ ക്രിസ്തുമത വിശ്വാസം ഉണ്ടല്ലോ, അവരിൽ ആ ക്രിസ്തുമത വിശ്വാസത്തിലേക്ക് പരിവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നവരുടെയൊക്കെ അനുഭവങ്ങളും മതപ്രഭാഷണങ്ങളും ഒക്കെ ആയിരുന്നു ഈ രാജ്യസമാചാരത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും രാജ്യസമാചാരം പറയുമ്പോൾ ഇന്നത്തെ മലയാള മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയൊക്കെ ഇറങ്ങുന്ന പോലെ. അങ്ങനെയല്ല. രാജ്യസമാചാര പത്രത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ക്രിസ്തുമതത്തിലേക്ക് വിശ്വസിച്ചിട്ട് കയറിയ ആൾക്കാർ
ആൾക്കാരുടെ അവരെങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ അവരെങ്ങനെ പരിവർത്തനം ചെയ്തു, അവരുടെ അനുഭവങ്ങള്, പിന്നെ അവരുടെ മതപ്രഭാഷണങ്ങള്, ഇതൊക്കെ ആയിരുന്നു ഇതിന്റെ ഉള്ളടക്കം. 1847 ജൂൺ മാസത്തില് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. രാജ്യസമാചാരത്തിന്റെ പത്രാധിപർ അല്ലെങ്കിൽ എഡിറ്റർ ഫ്രെഡറിക് മുള്ളർ ആണ്. രാജ്യസമാചാരം പത്രം കൊണ്ടുവന്നത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ് അല്ലെ. പക്ഷെ അതിന്റെ പത്രാധിപർ എഡിറ്റർ ആയിരുന്നു ഫ്രെഡറിക് മുള്ളർ. പക്ഷെ പ്രസിദ്ധീകരണത്തിലെ പത്രാധിപരുടെ പേരൊന്നും അച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മൊത്തം 1850 ഈ പത്രം അവസാനിച്ചു. അതുവരെ ആകുമ്പോഴേക്കും 42 ലക്കങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് പശ്ചിമോദയമാണ്. അത് ഹെർമൻ ഗുണ്ടർട്ടിന്റേതാണ് അല്ലേ. രാജ്യസമാചാരവും പശ്ചിമോദയവും. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പശ്ചിമോദയം എന്ന പത്രം ആരംഭിച്ചത് അതും എപ്പോൾ തന്നെയാണ്? 1847 ഒക്ടോബറിലാണ്. ജൂൺ മാസത്തില് ഏതാണ്? രാജ്യസമാചാരമാണെങ്കിൽ ഒക്ടോബറിലാണ് ഏത് പശ്ചിമോദയം കൊണ്ടുവരുന്നത്. കല്ലച്ചിലായിരുന്നു പശ്ചിമോദയം അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പത്രം അച്ചടിച്ചത് എങ്ങനെയായിരുന്നു? കല്ലച്ചിലായിരുന്നു കേട്ടോ. കല്ലച്ചിലായിരുന്നു പശ്ചിമോദയം അച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച രണ്ടാമത്തെ പത്രം, മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച രണ്ടാമത്തെ പത്രമാണ് ഏത്? പശ്ചിമോദയം. ഫസ്റ്റ് രാജ്യസമാചാരം, രണ്ടാമത് പശ്ചിമോദയം. പത്രാധിപർ ആര് തന്നെയായിരുന്നു? ഫ്രെഡറിക് മുള്ളർ തന്നെയായിരുന്നു. അപ്പോ രാജ്യസമാചാരവും പശ്ചിമോദയവും കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരത്തിന്റെയും പശ്ചിമോദയത്തിന്റെയും പത്രാധിപർ ഫ്രെഡറിക് മുള്ളർ ആണ്. 1847 ജൂൺ മാസത്തിൽ രാജ്യസമാചാരവും ഒക്ടോബർ മാസത്തിൽ പശ്ചിമോദയവും കൊണ്ടുവന്നു. കല്ലച്ചിലായിരുന്നു പശ്ചിമോദയം അച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. ഓക്കെ ആയല്ലോ. പിന്നെ ഈ പശ്ചിമോദയത്തിനെ തന്നെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസികയായിട്ടും കണക്കാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ചോദ്യം വരികയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക ഏത് എന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? പശ്ചിമോദയം തന്നെയാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസികയായിട്ട് പശ്ചിമോദയത്തെ കണക്കാക്കുന്നു. അന്നൊക്കെ വാർഷിക വരിസംഖ്യ, ഒരു വർഷത്തിന് ഈ പത്രത്തിന്റെ പൈസ എത്രയെന്നറിയോ? 1 രൂപയാണ് കേട്ടോ. ഒരു വർഷം പശ്ചിമോദയം പത്രം ഇട്ടാൽ ആകെ എത്ര രൂപയെ കൊടുക്കേണ്ടുള്ളൂ? 1 രൂപയാണ് കൊടുക്കേണ്ടുള്ളൂ കേട്ടോ. 1851 ഇത് എന്ത് ചെയ്തു? പശ്ചിമോദയത്തിന്റെ പ്രസിദ്ധീകരണം അവസാനിച്ചു. പിന്നെ ഈ പത്രം നമ്മൾ നേരത്തെ രാജ്യസമാചാരം പറഞ്ഞപ്പോ അതിന്റെ ഉള്ളടക്കം നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ ഈ പത്രത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയോ? ഈ പശ്ചിമോദയം പത്രത്തിന്റെ ലക്ഷ്യം വന്നിട്ട് സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു. 8 പേജുള്ള ഈ പത്രത്തിന്റെ ലക്ഷ്യം. പശ്ചിമോദയത്തിന് മൊത്തം 8 പേജാണ് ഉണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ഈ പത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രവും കേരള ചരിത്രവും പ്രകൃതിശാസ്ത്രം, അതുപോലെ മലയാള ഭാഷയുടെ ഉത്ഭവം, ജ്യോതിശാസ്ത്രം എല്ലാം തുടങ്ങിയ വിഷയങ്ങളിലുള്ള ലേഖനങ്ങളും അതുപോലെ ലണ്ടനിൽ നിന്നുള്ള വാർത്തകളും ഒക്കെ ഈ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടായിരുന്നു. പക്ഷെ രാജ്യസമാചാരം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിസ്തുമതത്തിലേക്ക് കുടിയേറിയവരുടെ കാര്യങ്ങൾ മാത്രമാണ് അല്ലെ. പക്ഷെ അങ്ങനെയല്ല രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയത്തിൽ കേട്ടോ. അത് നല്ല ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതുപോലെ ഈ ഒരു പോയിന്റും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസിക ഏതാന്ന് ചോദിച്ചാലും അത് പശ്ചിമോദയമാണ്. അടുത്തത് ജ്ഞാന നിക്ഷേപം പഠിക്കണം. നമ്മളിപ്പോ രാജ്യസമാചാരം എന്താന്ന് മനസ്സിലാക്കി, പശ്ചിമോദയം എന്താന്ന് മനസ്സിലാക്കി ഇല്ലേ. ഇനി നമുക്ക് ജ്ഞാന നിക്ഷേപമാണ്. അത് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മാസികയാണ് കേട്ടോ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മാസികയാണ്, മറക്കരുത്. മലയാളത്തിലാണ് കേട്ടോ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മാസിക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ജ്ഞാന നിക്ഷേപമാണ്. 1848 ജ്ഞാന നിക്ഷേപം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. നമ്മുടെ കോട്ടയത്തുള്ള CMS പ്രസ്സിലായിരുന്നു ഈ മാസിക അച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ജ്ഞാന നിക്ഷേപത്തിന് മറ്റൊരു വിശേഷണം കൂടിയിട്ടുണ്ട്. എന്താണിത്? മലയാളത്തിലെ ആദ്യത്തെ സചിത്ര പ്രസിദ്ധീകരണം എന്നത് കേട്ടോ. അതങ്ങനെയാണ് മലയാളത്തിലെ ആദ്യത്തെ സചിത്ര പ്രസിദ്ധീകരണം എന്നറിയപ്പെടുന്നതും ജ്ഞാന നിക്ഷേപമാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മാസിക ഏതാന്ന് ചോദിച്ചാലും അത് ജ്ഞാന നിക്ഷേപമാണ്. അതുപോലെ തന്നെ ഇതിന്റെ തലക്കെട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു തലക്കെട്ട്. സാധാരണ പത്രങ്ങളിലെ എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു ഭാഷയിലായിരുന്നു. മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇതിലെങ്ങനെയായിരുന്നു? ഇംഗ്ലീഷിലും മലയാളത്തിലുമായിരുന്നു. ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു, മലയാളത്തിലും എന്തുണ്ടായിരുന്നു? തലക്കെട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഈ പ്രസിദ്ധീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ഡീക്കൻ കോശിയും റവറന്റ് ജോർജ്
മാത്തൂറും. ആരൊക്കെയാണ്? ഡീക്കൻ കോശിയും റവറന്റ് ജോർജ് മാത്തൂരുമാണ് ഈ പ്രസിദ്ധീകരണത്തിന് പിന്നില് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതിന്റെ ഈ ജ്ഞാന നിക്ഷേപത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മതപ്രചാരണവും വിദ്യാഭ്യാസവുമായിരുന്നു. മതപ്രചാരണവും വിദ്യാഭ്യാസവുമായിരുന്നു. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മാസികയാണ്, മലയാളത്തിലെ ആദ്യത്തെ സചിത്ര പ്രസിദ്ധീകരണമാണ്. 1848 CMS പ്രസ്സിലാണ് കോട്ടയത്ത് അച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ തലക്കെട്ട് ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു, മലയാളത്തിലും ഉണ്ടായിരുന്നു. ഡീക്കൻ കോശിയും റവറന്റ് ജോർജ് മാത്യൂരുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര്. ലക്ഷ്യം മതപ്രചാരണവും വിദ്യാഭ്യാസവുമായിരുന്നു. അടുത്ത നമ്മൾ പഠിക്കാനുള്ള പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. എന്താണ് വെസ്റ്റേൺ സ്റ്റാറിന്റെ പ്രത്യേകത? പ്രീവിയസ് ആയിട്ട് ഈ രാജ്യസമാചാരം, പശ്ചിമോദയം, ജ്ഞാന നിക്ഷേപം, വെസ്റ്റേൺ സ്റ്റാർ ഇതൊക്കെ വരാറുണ്ട് കേട്ടോ. 1860 കൊച്ചിയിൽ നിന്നാണ് ഈ പത്രം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. 1860 കൊച്ചിയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ യഥാർത്ഥ വർത്തമാന പത്രം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് ഇംഗ്ലീഷ് പത്രം. ഈ ഇംഗ്ലീഷ് പത്രം എന്ത് ചെയ്യുന്നുണ്ട്? അവകാശപ്പെടുന്നത്. വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പത്രമാണ്. പക്ഷെ ഇതിന്റെ വേറൊരു വിശേഷണം എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ യഥാർത്ഥ വർത്തമാന പത്രം എന്ന വിശേഷണം ഏതിനുണ്ട്? വെസ്റ്റേൺ സ്റ്റാറിന് ഉണ്ട്. ഇതിന്റെ പത്രാധിപര് ചാൾസ് ലാവ്സണും മലയാള പതിപ്പ് എന്തായിരുന്നു? പശ്ചിമ താരക എന്നുമായിരുന്നു. വെസ്റ്റേൺ സ്റ്റാറിന്റെ പത്രാധിപര് ചാൾസ് ലാവ്സൺ. പിന്നെ ഇതിന്റെ മലയാള പതിപ്പ് കൂടി ഇറക്കി. വെസ്റ്റേൺ സ്റ്റാർ പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രമാണ്. അതിന്റെ ഒരു മലയാള പതിപ്പും കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏത് പേരില്? പശ്ചിമ താരക എന്ന പേരില്. പശ്ചിമ താരക എന്ന പേരിൽ കേട്ടോ. പിന്നീട് വിദ്യാസംഗ്രഹം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് മാസികയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് മാസികയാണ് വിദ്യാസംഗ്രഹം. വിദ്യാസംഗ്രഹം. ആരായിരുന്നു പത്രാധിപര്? റവറന്റ് ജോർജ് മാത്തൻ കേട്ടോ. റവറന്റ് ജോർജ് മാത്തൻ ആയിരുന്നു വിദ്യാസംഗ്രഹത്തിന്റെ പത്രാധിപര്. ആദ്യത്തെ കോളേജ് മാസിക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് മാസിക. അടുത്തത് സത്യനാഥ കാഹളം. സത്യനാഥ കാഹളം 1876 കേട്ടോ. 1876 സത്യനാഥ കാഹളം എവിടെ നിന്നായിരുന്നു? കൂനമ്മാവിൽ നിന്ന് കേട്ടോ. എറണാകുളത്തിലെ കൂനമ്മാവിൽ നിന്നായിരുന്നു സത്യനാഥ കാഹളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പത്രത്തിന് നേതൃത്വം കൊടുത്തത് ഫാദർ ജോയിസ് ആണ്. ഫാദർ ജോയിസ് ആണ് ഈ പത്രത്തിന് നേതൃത്വം കൊടുത്തത്. ഇതിന്റെ പത്രാധിപര് ഫാദർ കാൻഡിഡസ് കേട്ടോ. ഫാദർ കാൻഡിഡസ് ആണ് ഈ സത്യനാഥ കാഹളത്തിന്റെ പത്രാധിപര്. ഈ ലെസൺസ് ഒരിക്കൽ വായിച്ചിട്ടൊന്നും നമുക്ക് മനസ്സിലാകില്ല. നിങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കേട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഇടയ്ക്ക് എന്ത് ചെയ്യുക? ഇടയ്ക്കൊന്ന് കുറച്ച് ഒരു 4 പത്രം ആദ്യം എടുത്ത് നോക്കുക. ഫസ്റ്റ് രാജ്യസമാചാരവും, പശ്ചിമോദയം, ജ്ഞാന നിക്ഷേപവും, വെസ്റ്റേൺ സ്റ്റാറും, ആ 4 പത്രങ്ങൾ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുക. കാണാപ്പാട് ഇരുന്ന് പഠിച്ചിട്ടൊന്നും മനസ്സിലാകില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 4 പ്രാവശ്യം പേര് കാണുമ്പോൾ എന്ത് ചെയ്യും? ഓർമ്മ വരും. പിന്നെ അടുത്തൊരു 4 പത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലാണ്ട് ഒറ്റ ക്ലാസ് ഒരു ഇരുന്നിരിപ്പിൽ പഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. സാധ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പഠിക്കുക. അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്നെ കൊണ്ട് ആകില്ല. കാരണം എന്താണ്? ഇത്രയും പത്രങ്ങൾ ഇരുന്നിട്ട് ആരാണ് അതിന്റെ ഇതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ കുറച്ച് പത്രങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോ ആദ്യത്തെ കോളേജ് പത്രം അങ്ങനെ സ്പെഷ്യലായിട്ട് കാറ്റഗറിയിൽ പെട്ടവരിനെയൊക്കെ മാറ്റിയിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ കേരള പത്രിക 1884 കേരള പത്രം ആരംഭിക്കുന്നത്. 1884 കോഴിക്കോടില് വിദ്യാവിലാസം പ്രസ്സിൽ നിന്നാണ് കേട്ടോ. കോഴിക്കോട് വിദ്യാവിലാസം പ്രസ്സിൽ നിന്നാണ് ഇതിന്റെ അച്ചടി ചെയ്യുന്നത്. പിന്നെ കേരള പത്രികയുടെ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് പത്രാധിപർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരള പത്രികയുടെ പത്രാധിപൻ ആരായിരുന്നു? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ കേട്ടോ. പിന്നെ കേരള പത്രാധിപരുടെ കുഞ്ഞിരാമ മേനോന് ശേഷം വരുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു പത്രാധിപനായിരുന്നു ആര്? സഞ്ജയൻ കേട്ടോ. അത് നന്നായിട്ടൊന്ന് നോട്ട് ചെയ്യുന്നുണ്ടോ? സഞ്ജയൻ എന്നുള്ളത്. ചെങ്കുളത്ത് കുഞ്ഞിരാമന് ശേഷം ഈ പത്രത്തിന്റെ പത്രാധിപനായിരുന്നു സഞ്ജയനായിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു ഈ സഞ്ജയൻ എന്ന് പറയുന്ന ആള്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവരതിന് ശേഷം വേങ്ങിൽ കുഞ്ഞിരാമൻ നായരും അപ്പു നെടുങ്ങാടിയും ചന്തു മേനോനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കേരള പത്രികയിൽ എഴുതിയിരുന്നു കേട്ടോ. കേരള പത്രികയിൽ എഴുതിയിരുന്നവരാരൊക്കെയാണ്? വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായരുണ്ട്, അപ്പു നെടുങ്ങാടിയുണ്ട്, ചന്തു മേനോനുണ്ട്. ഇവരൊക്കെ ഇതില് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ പത്രാധിപൻ ആരായിരുന്നു? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. അടുത്തത് കേരള സഞ്ചാരി 1886 കേരള സഞ്ചാരിയുടെ ഉടമസ്ഥൻ ആരായിരുന്നു? പൂവാടൻ രാമൻ വക്കീലായിരുന്നു കേട്ടോ. പൂവാടൻ രാമൻ വക്കീലായിരുന്നു കേരള സഞ്ചാരിയുടെ ഉടമസ്ഥനായത്. പത്രാധിപൻ ആരായിരുന്നു? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ.
വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്നാണ് കേട്ടോ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആയിരുന്നു ഇതിന്റെ കേരള സഞ്ചാരിയുടെ പത്രാധിപരായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ കേരള സഞ്ചാരിയില് കോഴിക്കോട് നിന്നുള്ള പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള വേങ്ങയിൽ രാമൻ നായരുടെ തൂലികാ നാമം എന്തായിരുന്നു? കേസരി ആയിരുന്നു കേട്ടോ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ തൂലികാ നാമം എന്താണ്? കേസരി എന്നാണ്. കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. പിന്നെ ഈ പ്രസിദ്ധീകരണവുമായിട്ട്, അതായത് ഈ പ്രസിദ്ധീകരണവുമായിട്ട്, ഈ കേരള സഞ്ചാരി എന്ന പ്രസിദ്ധീകരണവുമായിട്ട് പ്രവർത്തിച്ച മറ്റു വ്യക്തികളാണ് മൂർക്കോത്ത് കുമാരൻ, സി കൃഷ്ണൻ, CP ഗോവിന്ദൻ നായർ. ഇവരൊക്കെ ഈ കേരള സഞ്ചാരിയില് പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. 1886 കേരള സഞ്ചാരി എന്ന പത്രം. പൂവാടൻ രാമൻ വക്കീലാണ് ഇതിന്റെ ഉടമസ്ഥൻ. പത്രാധിപൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറായിരുന്നു. അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. ഈ കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് മൂർക്കോത്ത് കുമാരനും, സി കൃഷ്ണനും, CP ഗോവിന്ദൻ നായർ. പിന്നെ അടുത്ത് ദീപിക പത്രം 1887 ദീപിക പത്രം അല്ലെ, നസ്രാണി ദീപിക എന്നൊക്കെ അറിയപ്പെടും. ദീപിക എന്ന പേരിലാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത്. 1887 ഈ പത്രം ആരംഭിച്ചത്. ആരായിരുന്നു ആരംഭിച്ചത്? നിധിയിരിക്കൽ മാണി കത്തനാർ കേട്ടോ. ദീപിക എന്ന പത്രം ആരംഭിച്ചത് നിധിയിരിക്കൽ മാണി കത്തനാർ. അദ്ദേഹം ഒരു റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്നു കേട്ടോ. ഒരു റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്നു നിധിയിരിക്കൽ മാണി കത്തനാർ. ദീപികയുടെ ആദ്യത്തെ പത്രാധിപർ TJ പൈലിയാണ് ദീപിക എന്ന പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ. 1887 ആരംഭിച്ചു പറഞ്ഞു. പക്ഷെ 1938 ഇതൊരു ദിനപത്രമായിട്ട് മാറുന്നത്. 1938 ഏറ്റവും പഴക്കമേറിയ പത്രം അല്ലെ? എങ്ങനെയാണ്? കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ പത്രം എന്നറിയപ്പെടുന്നത് ദീപിക പത്രമാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ പതിപ്പ് ആരംഭിച്ച പത്രവും ദീപികയാണ് കേട്ടോ. മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ പതിപ്പില് ആരംഭിക്കുന്ന പത്രവും ദീപിക പത്രമാണ്. അതുപോലെ മുഖ്യധാര പറയുമ്പോൾ ഒരുപാട് പത്രങ്ങൾ മുഖ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പത്രങ്ങൾ അല്ലെ, അതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പത്രമാണ് ഇത് ദീപിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പത്രവുമാണ്. അത് മനസ്സിലാക്കണം. പിന്നെ ഈ ദീപിക പത്രത്തിന്റെ ഇതിപ്പോ നമ്മൾ പറഞ്ഞു നിധിയിരിക്കൽ മാണി കത്തനാറാണ് തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഈ ദീപികയുടെ കൂടെ തന്നെ വരുന്ന പത്രത്തിന്റെ സബായിട്ട് വരുന്ന മറ്റു ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങളാണ്? ദീപിക വാരികയുണ്ട്, കുട്ടികളുടെ ദീപികയുണ്ട്, കർഷകനുണ്ട്, സ്ത്രീധനമുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്ര ദീപികയുണ്ട്, ബിസിനസ് ദീപികയുണ്ട്, ദീപിക ഡൈജസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? പ്രസിദ്ധീകരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മലയാള മനോരമയെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മലയാള മനോരമ എന്താണ്? മലയാള മനോരമ നമുക്കറിയാം അല്ലെ. ആദ്യ ലക്ക 1890 മാർച്ച് 22 വാരികയായിട്ടാണ് ഈ മലയാള മനോരമ തുടങ്ങുന്നത് കേട്ടോ. ദിനപത്രമായിട്ടല്ല, ഒരു വാരികയായിട്ട് 1890 മാർച്ച് 22 വാരികയായിട്ട് തുടങ്ങുന്നത് കേട്ടോ. മലയാള മനോരമയുടെ ആരായിരുന്നു പത്രാധിപര്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മലയാള മനോരമയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിള. പിന്നീട് ആരായിരുന്നു? പിന്നീട് KC മാമൻ മാപ്പിള പത്രാധിപരായി. രണ്ടാമത് ആരാണ്? KC മാമൻ മാപ്പിളയാണ് പിന്നീട് മലയാള മനോരമയുടെ പത്രാധിപരായിട്ട് വരുന്നത്. മലയാള മനോരമ ദിനപത്രമായിട്ട് മാറുന്നത് 1928 മലയാള മനോരമ ദിനപത്രമായിട്ട് മാറുന്നത് 1928 ജനുവരി മാസം 16 തീയതിയാണ്. 1928 ജനുവരി മാസം 16 മലയാള മനോരമ ദിനപത്രമായിട്ട് മാറുന്നത്. പിന്നെ ഈ KC മാമൻ മാപ്പിളന് നമ്മള് തിരുവിതാംകൂറിൽ ദിവാൻ ഉണ്ടല്ലോ, സർ CP രാമസ്വാമി അയ്യർ, നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ആ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമിയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു അഭിപ്രായ വ്യത്യാസവും അതുപോലെ ഉത്തരവാദിത്ത ഭരണം ആ സമയമാണല്ലോ, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത ഭരണം, അതിനൊക്കെ നൽകിയ പിന്തുണയും 1938 മാമൻ മാപ്പിളയുടെ അറസ്റ്റിനും തടവിനും ഒക്കെ കാരണമായി കേട്ടോ. പിന്നെ ജനുവരി 16 നോട്ട് ചെയ്ത് വെക്കുക. 1928 ജനുവരി 16 കേട്ടോ. ജനുവരി 16 എന്ത് ചെയ്യുന്നത്? ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മലയാള മനോരമ ദിനപത്രമായിട്ട് മാറിയത് എന്നാണെന്ന് പ്രീവിയസ് ആയിട്ട്, ഇപ്പൊന്നല്ല, കുറച്ച് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. 1928 ജനുവരി 16 ഈ മനോരമയുടെ സഹോദര പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെ വരും? മനോരമ വാരിക വരുന്നുണ്ട്, അതുപോലെ ആരോഗ്യം, കളിക്കുടുക്കിയില്ലേ, കളിക്കുടുക്ക, അതൊക്കെ മലയാള മനോരമയുടെ സഹോദര പ്രസിദ്ധീകരണങ്ങളാണ് കേട്ടോ. കളിക്കുടുക്ക, ഫാസ്റ്റ് ട്രാക്ക്, മാജിക് പോട്ട്, അതുപോലെ തന്നെ ടൈൽ മീ വൈ, ദ വീക്ക്, വനിത, ബാലരമ, കർഷകശ്രീ, ബാലരമ ഡൈജസ്റ്റ്, മനോരമ ഇയർ ബുക്ക്,
അതുപോലെ തന്നെ മനോരമ കോമിക്സ്, തൊഴിൽ വീതി, ഭാഷാഭോഷിണി. തൊഴിൽ വീതിയൊക്കെ ഏതാണ്? മലയാള മനോരമയുടെ അല്ലോ. തൊഴിൽ വാർത്ത മാതൃഭൂമി, തൊഴിൽ വീതി മലയാള മനോരമയുടെ ഇതാണ്. അങ്ങനെ ഇതൊക്കെ എന്താണ്? മലയാള മനോരമയുടെ സഹോദര പ്രസ്ഥാനങ്ങളാണ്. പിന്നെ ഇപ്പൊ എന്താണ്? മലയാള മനോരമ ചാനലുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? മനോരമ ന്യൂസ് ഉണ്ട്, മലയാള മനോരമയുണ്ട്. ഇതൊക്കെ എന്താണ്? ടെലിവിഷൻ ചാനലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലിനെ ചോദിക്കേണ്ട കഴിഞ്ഞ 2 LP-UP എക്സാമിനുകൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫാം വർക്കറിന്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അടുത്ത് നടന്ന എക്സാമിനൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. സ്വദേശാഭിമാനി വാരികയുടെ പ്രസാധകൻ പഠിച്ചോളൂ കേട്ടോ. സ്വദേശാഭിമാനി വാരികയുടെ പ്രസാധകൻ. ആറ്റിങ്ങലിനടുത്തുള്ള അഞ്ചുതെങ്ങിൽ നിന്ന് 1905 പഠിച്ചോളൂ. 1905 സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 1905 ആറ്റിങ്ങലിനടുത്തുള്ള അഞ്ചുതെങ്ങിൽ നിന്നാണ് ഏത് പത്രം കൊണ്ടുവരുന്നത്? ദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നത് കെ രാമകൃഷ്ണപിള്ള. ഇപ്പൊ ഇന്ന് അടുത്ത് നടന്ന ചോദ്യം എങ്ങനെ വന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ അല്ലെ, പ്രസാധകൻ ആര് ചോദിച്ചിട്ട് കെ രാമകൃഷ്ണപിള്ള എന്ന് തന്നത് തെറ്റല്ലേ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതിന്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണപിള്ള. ഈ 2 കോട്ടിങ് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കിടക്കുന്നതാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത എക്സാമുകൾക്ക് 100% പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ എങ്ങനെയാണ്? ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നായിരുന്നു. ആരാണ് ഈ ഞങ്ങള്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അതുപോലെ തന്നെ പത്രത്തിന്റെ പത്രാധിപരായിരുന്ന കെ രാമകൃഷ്ണപിള്ളയും ഒക്കെ. അദ്ദേഹം എന്താണ്? ആ പത്രത്തിന് അദ്ദേഹത്തിന്റെ ജീവനായിട്ട് കണക്കാക്കിയത്. അദ്ദേഹം ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. അത് പറയുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നായിരുന്നു, ഞങ്ങളുടെ മനസ്സൊന്നായിരുന്നു, ഞങ്ങളുടെ വികാരങ്ങൾ ഒന്നായിരുന്നു, അങ്ങനെ ഞങ്ങളുടെ പാതകൾ ഒന്നായി. ഇതാരാ പറഞ്ഞത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഞാനൊരു കച്ചവടക്കാരനല്ല, സാമൂഹ്യ സേവനവും ദേശസ്നേഹവുമാണ് എന്റെ ലക്ഷ്യങ്ങൾ. പണം സമ്പാദിക്കണമെന്ന് എനിക്കില്ല, പക്ഷെ അതിൽ നിന്ന് എന്റെ രാജ്യത്തിന് നേട്ടം ഉണ്ടാകണം. ഇത് പറഞ്ഞതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 2 കോട്ടിങ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ കുറിച്ച് നോക്കണം. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? 1878 തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ചത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ 1878 കേരള ദർപ്പണം, മലയാളി, കേരളൻ, ശാരദ, വിദ്യാർത്ഥി എന്ന പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായ വർഷം 1906 കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം പത്രത്തിന്റെ ഉടമയാകുകയും പത്രം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായിട്ട് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നിന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭീഷണി മനസ്സിലാക്കിയ ദിവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ മണ്ഡലങ്ങളിൽ സ്ഥിരതാമസമായിരിക്കും. കണ്ടോ? അപ്പൊ നേരെ തിരിച്ചുല്ലേ? ദിവാൻ എന്ത് പറഞ്ഞു? തെരഞ്ഞെടുക്കപ്പെടുന്നവര് അവരുടെ മണ്ഡലങ്ങളിൽ സ്ഥിരതാമസക്കാരായിരിക്കണമെന്ന് രാജ ശാസനം പുറപ്പെടുവിച്ചു. തിരുവനന്തപുരത്ത് താമസമാക്കിയ രാമകൃഷ്ണപിള്ളയ്ക്ക് സാങ്കേതികാർത്ഥത്തിൽ സഭാംഗത്വം നഷ്ടമായി. ദിവാനെതിരെ അദ്ദേഹം എഴുതിയ ലേഖന പരമ്പരകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. സഭാംഗത്വം നഷ്ടമായി. ദിവാനെതിരെ അദ്ദേഹം എഴുതിയ ലേഖന പരമ്പരകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ഒടുവിൽ രാമകൃഷ്ണപിള്ളയെ 1910 സെപ്റ്റംബർ 26 നോട്ട് ചെയ്തോളൂ കേട്ടോ. സെപ്റ്റംബർ 26 തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്താനും പത്രവും അച്ചടിശാലയും കണ്ടുകെട്ടാനും രാജശാസനം പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ നാട് കടത്തപ്പെടുന്ന സ്വദേശാഭിമാനി പത്രാധിപർ കൊച്ചി രാജ്യത്തെ കുന്നംകുളം തന്റെ ജോലിക്കായിട്ട് തെരഞ്ഞെടുത്തു. 1915 വരെ ഇദ്ദേഹം ആത്മപോഷിണി എന്ന പ്രസിദ്ധീകരണം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? ആത്മപോഷിണി. ശ്രദ്ധിക്കണം കേട്ടോ. 15 ആത്മപോഷിണി എന്ന പ്രസിദ്ധീകരണം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം മലയാളത്തിൽ എഴുതിയതാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ഭാഷയിൽ ഇറങ്ങിയ കാൾ മാർക്സിന്റെ ജീവചരിത്രം. പത്രപ്രവർത്തനം സംബന്ധിച്ച ആദ്യത്തെ പുസ്തകമായ വൃത്താന്ത പത്രപ്രവർത്തനം എഴുതിയതും. അടുത്ത നമുക്ക് കേസരി ബാലകൃഷ്ണപിള്ളയെ കുറിച്ചിട്ട് നോക്കാനുണ്ട്. 1923 സമദർശി എന്ന പത്രത്തിന്റെ പത്രാധിപരായിട്ടാണ് കേസരി ബാലകൃഷ്ണപിള്ള വരുന്നത്. 1923 സമദർശി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. പിന്നെ 1926 ഒരു കുപ്രസിദ്ധ തിരുവിതാംകൂർ ഇവിടെ പത്രം എന്നാണ് കേട്ടോ. പത്ര നിയന്ത്രണ നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അതായത് ഈ കേസരി ബാലകൃഷ്ണപിള്ള
ഈ തിരുവിതാംകൂറില് അന്നത്തെ സർക്കാരിന്റെ അഴിമതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അഴിമതിക്കെതിരെ അദ്ദേഹം നല്ലോണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പോരാടിയിട്ടുണ്ടായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. അപ്പോ ഇദ്ദേഹം സമദർശി പത്രത്തിന്റെ പത്രാധിപനുമാണ്. ആ സമയത്ത് എന്താണ്? പത്രമാണ്. പത്രത്തിൽ സ്വന്തം പത്രാധിപനാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പത്രം വെച്ചിട്ട് തന്നെ നമുക്ക് അവരെ വിമർശിക്കാനായിട്ട് കഴിയില്ലേ? അപ്പോ അത് 1926 കാലഘട്ടം ആയപ്പോഴാണ് പ്രസിദ്ധമായിട്ടുള്ള തിരുവിതാംകൂർ പത്ര നിയമ, അതായത് പ്രസിദ്ധമാണോ? അല്ല, അവിടെ ഒരു കുപ്രസിദ്ധ തിരുവിതാംകൂർ പത്ര നിയന്ത്രണ നിയമമാണ് കൊണ്ടുവന്നത്. അപ്പൊ ഈ പത്ര നിയന്ത്രണ നിയമം വെച്ചിട്ട് ഈ എന്ത് ചെയ്തു? ഈ ദിവാൻമാര്, രാജാക്കന്മാര് ഈ എന്താണ് ഇദ്ദേഹത്തിനെതിരെ പോരാടാനായിട്ട് തിരിച്ചങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങി. കാരണം പത്ര നിയന്ത്രണ നിയമം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ നിയമം വെച്ചിട്ട് തന്നെ കേസരി ബാലകൃഷ്ണപിള്ളക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ അത് നിൽക്കക്കള്ളി ഇല്ലാത്ത സമയം ആയപ്പോ ഈ സമദർശി പത്രത്തിൽ നിന്നും എന്ത് ചെയ്യാണ്? അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം രാജിവെച്ചിട്ട് പിന്നീട് എന്ത് ചെയ്തു? സ്വന്തമായിട്ട്, ഇപ്പൊ പത്രാധിപരായിട്ടാണ് സമദർശിയിൽ വന്നത്, പക്ഷെ അദ്ദേഹം വീണ്ടും പ്രബോധകൻ എന്ന പത്രം ആരംഭിച്ചു. അപ്പൊ പ്രബോധകൻ എന്ന പത്രം ആരുടേതാണ്? കേസരി ബാലകൃഷ്ണപിള്ളയുടെ. അപ്പൊ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? പ്രബോധകൻ എന്ന പത്രം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇദ്ദേഹം എന്ത് ചെയ്തു? പിന്നീട് ഒരു 6 മാസം ആയപ്പോ തന്നെ എന്ത് ചെയ്തു? ഈ നിയമം ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ തിരുവിതാംകൂർ അധികാരികൾക്ക് അത് എളുപ്പമായില്ലേ? വീണ്ടും ഈ പ്രബോധകൻ പത്രത്തെയും വീണ്ടും എന്ത് ചെയ്യുന്ന? പൂട്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇദ്ദേഹം ആരംഭിച്ച പത്രമാണ് കേസരി പത്രം. അതാണ് നമ്മുടെ എക്സാമുകളിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെ? കേസരി എന്ന പത്രം ആരാണ്? കേസരിയൻ ബാലകൃഷ്ണ പിള്ളയാണ്. അപ്പൊ സമദർശി എന്ന പത്രത്തിന്റെ പത്രാധിപര് കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. പിന്നെ പ്രബോധകൻ എന്ന പത്രം ആരംഭിച്ചതും ആരാണ്? കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. പിന്നീട് ഈ കേസരി പത്രവും നിരോധിക്കുകയാണ് കേട്ടോ. കാരണം എന്താണ്? പ്രബോധകൻ പത്രത്തിലും അദ്ദേഹം ഒരുപാട് എഴുതി, പ്രബോധകൻ പത്രവും പൂട്ടിച്ചു. പിന്നീട് കേസരി പത്രം തുടങ്ങി. അപ്പോ ആ പുതിയ പ്രസിദ്ധീകരണത്തിലൂടെ എന്ത് ചെയ്യുകയാണ്? ദുർഭരണത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. ദിവാനെതിരെയും അതുപോലെ ഗവൺമെന്റിന്റെ അടിച്ചമർത്തലിനെതിരെയും ഒക്കെ എന്ത് ചെയ്തു? പൊതുജനങ്ങളുടെ അഭിപ്രായമൊക്കെ അദ്ദേഹം ആരായാനൊക്കെ തുടങ്ങി. അങ്ങനെ അപകടങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അധികാരികൾ അപകടം തിരിച്ചറിഞ്ഞു. അങ്ങനെ വാർത്തകളും നോവലുകളും ചെറുകഥകളും പുസ്തക നിരൂപണങ്ങളും ശാസ്ത്രക്കുറിപ്പുകളും എന്നിവയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്തു? കേസരിയുടെ പക്തികളില് തുല്യ പ്രാധാന്യമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? ഭയങ്കര ഒച്ചപ്പാട് ഉള്ള സമയമാണ് അല്ലെ? തിരുവിതാംകൂറുകൾക്കെതിരെ നല്ല രീതിയിൽ പത്രങ്ങളിലൂടെ എന്താണ് അദ്ദേഹം പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും എന്ത് ചെയ്യാണ്? കേസരി പത്രവും എന്ത് ചെയ്യാണ്? അവര് പൂട്ടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നീട് അടുത്ത പത്രം നമുക്ക് നോക്കാം. മിതവാദി എന്ന പത്രം. മിതവാദി പത്രത്തിന്റെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇത് ഒരു എക്സാമിന് വന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഈ മിതവാദി പത്രത്തിന്റെ പത്രം ആരെ ചോദിച്ചാൽ നമ്മൾ വേഗം സി കൃഷ്ണൻ എഴുതും അല്ലെ? ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1907 കേട്ടോ. 1907 ടി ശിവശങ്കരൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇത് മിതവാദി എന്ന പത്രം. അങ്ങനെയാണ് 1907 കേട്ടോ. 1907 എന്ത് ചെയ്യുന്നത്? മിതവാദി എന്ന പത്രം ആര് കൊണ്ടുവന്നിരുന്നത്? ടി ശിവശങ്കരൻ. ആരാണ്? ശിവശങ്കരനാണ് ഈ പത്രം കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ പത്രാധിപരായിരുന്നു ആര്? മൂർക്കോത്ത് കുമാരൻ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മിതവാദി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു ചോദിച്ചപ്പോ വേഗം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിന് എനിക്ക് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സി കൃഷ്ണൻ എന്ന് എഴുതി വെച്ചു. അല്ല, പക്ഷെ ഇവിടെ ടി ശിവശങ്കരനാണ് ഈ പത്രം 1907 തുടങ്ങുന്നതും അതിന്റെ പത്രാധിപരായിട്ട് മൂർക്കോത്ത് കുമാരനും വരുന്നത്. 1908 കുമാരനാശാന്റെ വീണപൂവ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതില് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. കുമാരനാശാന്റെ വീണപൂവ് ഈ മിതവാദി എന്ന പത്രത്തില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ചായപ്പോ ഈ മിതവാദി പത്രം എന്ത് ചെയ്തു? അവിടെ നിലച്ചോട്ടോ. അതിന്റെ പത്രപ്രവർത്തനം അവിടെ നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ സി കൃഷ്ണനാണ് വീണ്ടും മിതവാദി പത്രത്തെ പൊക്കിക്കൊണ്ടുവരുന്നത്. എവിടെ നിന്നും? കോഴിക്കോട് നിന്നും കേട്ടോ. നിലച്ചുപോയ ഈ പത്രം വാങ്ങിയിട്ട് കോഴിക്കോട് നിന്നും പ്രവർത്തനം പുനരാരംഭിച്ച വ്യക്തിയാണ് സി കൃഷ്ണൻ എന്ന് പറയുന്നത്. ഇനി കേരള കൗമുദി പത്രം കേട്ടോ. കേരള കൗമുദി പത്രം ആരാണ്? സി വി കുഞ്ഞിരാമനാണ് ആരംഭിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സി വി കുഞ്ഞിരാമനാണ് കേരള കൗമുദി പത്രം ആരംഭിക്കുന്നത്. 1940 ദിനപത്രമായിട്ട് മാറുന്നത്. എവിടെ നിന്നാണ് കേരള കൗമുദി പത്രം തുടങ്ങിയത്? കൊല്ലം ജില്ലയിലെ മയ്യനാട്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സി വി കുഞ്ഞിരാമനാണ് കേരള കൗമുദി പത്രത്തിന്റേത്. കൊല്ലം ജില്ലയിലെ മയ്യനാടിൽ നിന്നാണ് ഈ പത്രം ആരംഭിക്കുന്നത്. 1900 വാരികയായിട്ടാണ് തുടങ്ങിയത്. 40 അത് എന്ത് ചെയ്തു? ദിനപത്രമായിട്ട് മാറുകയും ചെയ്തു.
അടുത്തത് സഹോദരൻ പത്രമാണ്. ആരാണ് സഹോദരൻ? നമുക്കറിയാലേ, നമ്മുടെ നവോത്ഥാനത്തിന്റെ വക്താവാണല്ലോ സഹോദരൻ കെ അയ്യപ്പൻ. നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, കെ അയ്യപ്പനാണ് സഹോദരൻ എന്ന വാരിക ആരംഭിച്ചത്. കെ അയ്യപ്പനാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ആയിട്ട് പത്രം തുടങ്ങിയ വർഷവും ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1917 ചെറായിൽ നിന്നാണ് ഈ പത്രം എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് കേട്ടോ. 1917 ചെറായിൽ നിന്നാണ് ഈ വാരിക ആരംഭിച്ചത്. 1956 ആയ സമയത്ത് ഈ പത്രം എന്ത് ചെയ്തു, പത്രത്തിന്റെ പ്രസിദ്ധീകരണം അവിടെ നിലച്ചു. പിന്നെ നമുക്കറിയാം സഹോദരൻ അയ്യപ്പനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നവോത്ഥാനത്തിൽ പഠിക്കാറുണ്ട് അല്ലെ. സാമൂഹ്യ പരിഷ്കർത്താവാണ്, ഒരു പത്രപ്രവർത്തകനാണ്, കവിയാണ്, സാഹിത്യ നിരൂപകനാണ്. ഇതൊക്കെ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ മിതവാദിയിലൂടെയും കേരള കൗമുദിയിലൂടെയും ഒക്കെ സ്ഥിരം പങ്ക്തി എഴുത്തുകാരനായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ രചനകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് 1933 വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും സഹോദരൻ കെ അയ്യപ്പനാണ്. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം പത്രമല്ല, വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പനാണ്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1933 വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം. അടുത്ത നമ്മുടെ മാതൃഭൂമി വരികയാണ്. 1922 ഫെബ്രുവരി 15 മാതൃഭൂമി കമ്പനി എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. 1922 ഫെബ്രുവരി മാസം 15 മാതൃഭൂമി കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. മാതൃഭൂമിയുടെ ആദ്യ ലക്കം പുറത്തിറങ്ങിയത് 1923 മാർച്ച് 18 23 മാർച്ച് 18 ആദ്യത്തെ ലക്കം പുറത്തിറങ്ങി. മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്നു KP കേശവ മേനോനായിരുന്നു. ആദ്യത്തെ പത്രാധിപർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, KP കേശവ മേനോനാണ്. എന്തായിരുന്നു ഈ മാതൃഭൂമി പത്രത്തില് മെയിൻ ആയിട്ടുള്ള വിഷയം എന്തായിരുന്നു? മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് മാതൃഭൂമിയുടെ ചരിത്രം എന്ന് പറയുന്നത് കേട്ടോ. മാതൃഭൂമിയുടെ ചരിത്രം പറയുന്നത് എങ്ങനെയാണ്? മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് മാതൃഭൂമിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ KP കേശവമേനോനാണെന്ന് പറഞ്ഞു. മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞു. ഇവര് മാത്രം KP കേശവമേനോൻ പത്രാധിപർ ആയിരുന്നു, ഓക്കെ. പക്ഷെ ഈ മാതൃഭൂമി പത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. കേളപ്പൻ, അതുപോലെ CH കുഞ്ഞപ്പ, P നാരായണൻ നായര്, K ദാമോദരൻ മേനോന്, കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരൊക്കെ ഈ പത്രത്തിന് വേണ്ടിയിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ സഹോദര പത്രങ്ങൾ ഏതൊക്കെയാണ്? മാതൃഭൂമിയുടെ സഹോദര പത്രങ്ങള് മാതൃഭൂമി ആഴ്ചപ്പതിപ്പുണ്ട്, ബാലഭൂമി ഉണ്ട്, തൊഴിൽ വാർത്തയുണ്ട്, മാതൃഭൂമി സ്പോർട്സ് ഉണ്ട്, ആരോഗ്യ മാസികയുണ്ട്, ഗൃഹലക്ഷ്മി ഉണ്ട്, അതുപോലെ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ കേട്ടോ. സ്റ്റാർ ആൻഡ് സ്റ്റൈൽ ഇതൊക്കെ എന്താണ്? മാതൃഭൂമിയുടെ സഹോദര പ്രസിദ്ധീകരണങ്ങളാണ്. അടുത്തത് അല്ലമീൻ കോഴിക്കോട് നിന്നാണ്. മുഹമ്മദ് അബ്ദുൽ റഹീം സാഹിബാണ് കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രമാണ് അല്ലമീൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബാണ് കോഴിക്കോട് നിന്നും അൽ അമീൻ എന്ന പത്രം ആരംഭിക്കുന്നത്. പത്രങ്ങൾ കുറെ വായിക്കുമ്പോൾ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ വരും. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, ഒരു 4-5 പത്രം വെച്ചിട്ട് 4 പത്രം വെച്ചിട്ട് പഠിച്ചു മാറ്റണം കേട്ടോ. ഇനി പ്രഭാതം എന്ന പത്രം, കുറേയൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. പ്രഭാതം ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ. പ്രഭാതം എന്ന പത്രം കൊണ്ടുവരുന്നത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഷൊർണൂരിൽ നിന്നാണ് കേട്ടോ ഈ പത്രം ആരംഭിക്കുന്നത്. ഷൊർണൂരിൽ നിന്നാണ് ഈ പത്രം, പാലക്കാട് ജില്ല കേട്ടോ. ഷൊർണൂരിൽ നിന്നാണ് പ്രഭാതം ഒരു പത്രമായിട്ട് മാറുന്നത് എപ്പോഴാണ്? 1934 കേട്ടോ. 1934 പത്രമാകുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ പത്രം ഏതെന്ന് ചോദിച്ചാൽ അത് പ്രഭാതമാണ്. പിന്നീട് അടുത്ത പത്രം നമുക്ക് നോക്കാം. ഇപ്പൊ പഠിച്ചല്ലോ സഹോദരൻ, മാതൃഭൂമി, അല്ലമീൻ, പ്രഭാതം. അടുത്തത് ചന്ദ്രിക, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഖപത്രം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ ചന്ദ്രികയാണ്. അതിന്റെ 1939 ഇതൊരു ദിനപത്രമായിട്ട് മാറുന്നത് കേട്ടോ. 34 ഒരു വാരികയായിട്ട് ആരംഭിച്ചു. 39 അതൊരു ദിനപത്രമായിട്ട് മാറുന്നത്. പിന്നെ ആദ്യത്തെ പത്രാധിപർ T മുഹമ്മദ്. ചന്ദ്രികയുടെ ആരാണ്? T മുഹമ്മദ്. 1939 ദിനപത്രമായിട്ട് മാറി. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് ദേശാഭിമാനിയാണ് കേട്ടോ. അതോടെ നോട്ട് ചെയ്യണേ. ദേശാഭിമാനി ഇത് അടുത്തതാണ്. 1942 കോഴിക്കോട് നിന്നാണ്. 1942 കോഴിക്കോട് നിന്നാണ് ദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. ആരായിരുന്നു ദേശാഭിമാനി പത്രികയുടെ ആദ്യത്തെ പത്രാധിപർ? M.S. ദേവദാസ് കേട്ടോ.
ആദ്യത്തെ ദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപര് MS ദേവദാസ് ആണ്. 1942 കോഴിക്കോട് നിന്നാണ് ദിനപത്രമായത്. 1946 ഇതൊരു ദിനപത്രമായിട്ട് മാറിയത്. 1964 സമയത്ത് എന്ത് ചെയ്യാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് മാർക്സിസ്റ്റിന്റെ മുഖപത്രമാണ് ദേശാഭിമാനി. നോട്ട് ചെയ്യണം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് ദേശാഭിമാനി. പിന്നെ 1946 ഇത് ദിനപത്രമായിട്ട് മാറി. 1964 പാർട്ടി പിളർന്നു അല്ലെ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ത് ചെയ്യാണ്, പിളരുകയാണ് ചെയ്യുന്നത്. ഗോവിന്ദപിള്ള ദേശാഭിമാനിയുടെ പത്രാധിപരായി. ഗോവിന്ദപിള്ള ദേശാഭിമാനിയുടെ പത്രാധിപരാകുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഈ ദേശാഭിമാനിയുടെ സഹോദര പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ദേശാഭിമാനി വാരിക, ചിന്ത വാരിക, തത്തമ്മ, ഇതൊക്കെ ദേശാഭിമാനിയുടേതാണ്. അടുത്തത് എക്സ്പ്രസ് എന്ന പത്രം 1940 കെ കൃഷ്ണൻ, സി കൃഷ്ണൻ അല്ല കേട്ടോ, കെ കൃഷ്ണനാണ് പത്രാധിപർ. കുന്നത്ത് ജനാർദ്ദന മേനോൻ. എക്സ്പ്രസ് എന്ന പത്രം 1944 കെ കൃഷ്ണനാണ് പത്രം ആരംഭിക്കുന്നത്, സ്ഥാപകൻ. പിന്നെ ആദ്യത്തെ പത്രാധിപർ കുന്നത്ത് ജനാർദ്ദന മേനോൻ. അടുത്ത ജനയുഗം 1947 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് ജനയുഗം. അപ്പൊ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദേശാഭിമാനി, അതുപോലെ തന്നെ ജനയുഗം എന്നതും. അടുത്ത ജന്മഭൂമി 1977 NP മന്മഥനാണ് ജന്മഭൂമിയുടെ പത്രാധിപർ. ആരായിരുന്നു? MP മന്മഥൻ ആയിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖപത്രമാണ് കേട്ടോ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖപത്രമാണ്. ഏതാണ് അത്? ജന്മഭൂമിയാണ് കേട്ടോ. ഇത് ജനയുഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം. ജന്മഭൂമി 1977 MP മന്മഥനാണ് പത്രാധിപര്, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖപത്രം. അടുത്ത വീക്ഷണം 1978 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖപത്രം കേട്ടോ. അപ്പൊ നമ്മള് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രങ്ങൾ പറഞ്ഞു, ദേശാഭിമാനിയും ജനയുഗവും പറഞ്ഞു. ജന്മഭൂമി വന്നിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖപത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം. അടുത്തത് സിറാജ് 1984 കേട്ടോ. സിറാജ കോഴിക്കോട് നിന്നാണ്. 1984 ആരംഭിച്ച പത്രമാണ് സിറാജ് എന്ന് പറയുന്നത്. അടുത്തത് മാധ്യമം എന്ന പത്രമാണ് കേട്ടോ. സിറാജ് 1984. പിന്നെ മാധ്യമം, ഇതൊരു പത്രമാണ്. PK ബാലകൃഷ്ണനായിരുന്നു പത്രാധിപർ കേട്ടോ. മാധ്യമം കേട്ടിട്ടില്ലേ? മാധ്യമം പത്രം PK ബാലകൃഷ്ണന്റേതാണ്. മംഗളം 1989 MC വർഗീസ് കേട്ടോ. മംഗളം കോട്ടയത്ത് നിന്നാണ്. 1989 ആരംഭിച്ച പത്രമാണ് MC വർഗീസ്. വർത്തമാനം 2003 കോഴിക്കോട് കോഴിക്കോട് വർത്തമാനം എന്ന പത്രം 2003 കോഴിക്കോട് നിന്നാണ്. ആരായിരുന്നു? സുകുമാർ അഴീക്കോടാണ് കേട്ടോ മുഖ്യ പത്രാധിപർ. വർത്തമാനത്തിന്റെ ആദ്യത്തെ മുഖ്യ പത്രാധിപർ സുകുമാർ അഴീക്കോട്. അവസാനം 2006 വന്നിട്ടുള്ള ഒരു പത്രമാണ് തേജസ് കേട്ടോ. തേജസ് കോഴിക്കോട് നിന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ലെസണിലെ എല്ലാ പത്രങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു. പരമാവധി നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒറ്റയിരുപ്പിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാവുന്ന കാര്യമല്ല. നിങ്ങൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒക്കെ താഴെ ഒന്ന് കമന്റ് കൂടി രേഖപ്പെടുത്തിയാൽ അത്രയും സന്തോഷം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. സിലബസ് ബേസ് ആയിട്ട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 55 പ്രീവിയസ് ക്വസ്റ്റ്യൻ 2021 മുതൽ 2024 നടന്ന ഒരു 55 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുണ്ട്. ഇനി ഇട്ട് തരാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.